ഗൈസ്, നമ്മളിന്ന് പറയാൻ പോണത് ഓട്ടോക്യാഡിൻ്റെ കുറച്ച് ടൂളുകളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എങ്ങനെയാണ് യൂണിറ്റ് സെറ്റ് ചെയ്യുക, എങ്ങനെയാണ് ലൈൻ വരച്ചതെന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം നമ്മൾ ടൂൾസ് ചെയ്യുന്നുണ്ട്, കുറച്ച് ടൂളുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് നമ്മൾ എന്ത് തുടങ്ങായാലും ഫസ്റ്റ് DWG ഫ്രഷ് പേജ് എടുത്തിട്ട് യൂണിറ്റ് സെറ്റ് ചെയ്യണം. നമ്മൾ UN എൻ്റർ ആണ് അതിൻ്റെ ഷോർട്ട് കീ. അതിന് ശേഷം നമ്മൾ ഇതേത് ഡയമെൻഷനിലേക്കാണോ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നത് ആ ഒരു ഡയമെൻഷനിലേക്ക് നിങ്ങൾ മാറ്റുക. നിങ്ങളുടെ അതൊരു കണ്ടീഷൻ പോലെ ഇരിക്കും, നമുക്ക് ഏത് ഡ്രോയിങ്ങാണ് വരയ്ക്കുന്നതിനനുസരിച്ച് ഇരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ സെൻറ്റിമീറ്ററാണ് ചൂസ് ചെയ്തത്. ദെൻ ഓക്കെ കൊടുക്കുക. പിന്നെ L എൻ്റർ ആണ് ഞാൻ അടിക്കുന്നത്. L എൻ്റർ അടിച്ചിട്ട് ഞാൻ ഒരു ബോക്സ് ഞാനൊരു ബോക്സ് വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബോക്സിൻ്റെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ജോയിൻ അല്ല. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് F എൻ്റർ ആണ് ഷോർട്ട് കീ. അതിനെ ഫില്ലറ്റ് എന്നാണ് പറയുക. F എൻ്റർ അടിച്ച് നമ്മളത് ജോയിൻ ചെയ്യിപ്പിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഷോർട്ട് കീ ആണ്, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഷോർട്ട് കീ ആണ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. O എൻ്റർ എന്നാണ് അതിൻ്റെ ഷോർട്ട് കീയുടെ പേര്. O എൻ്റർ. ഞാൻ എൻ്റെ വാല്യൂ കൊടുക്കുന്നത് ഒരു 30 ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ദെൻ ഈ ലൈനെ ക്ലിക്ക് ചെയ്യുക, ഇപ്പുറത്തേക്ക് ഡ്രാഗ് ചെയ്യുക. ഈ ലൈനിനെ ക്ലിക്ക് ചെയ്യുക, ഇപ്പുറത്തേക്ക് ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് വേറൊരു ഷോർട്ട് കീ നോക്കാം. ട്രിമ്മാണ് നോക്കാൻ പോണത്. നമ്മൾ ഈ ഒരു ലൈൻ ഫില്ലറ്റ് വെച്ച് ക്ലോസ് ചെയ്യുക. ദെൻ നമ്മളൊരു ലൈൻ എക്സ്ട്രാ വരയ്ക്കുക. നമ്മളിവിടെ ഒരു ലൈൻ വരച്ചു. ഇനി നമ്മൾ ഇതിനൊരു ക്രോസ് ചെയ്യാൻ പോവാണ്. എനിക്ക് ഈ ഒരു പോർഷൻ എനിക്ക് വേണ്ട. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ നോക്കാമെന്ന് വെച്ചാൽ TR എൻ്റർ ആണ് ട്രിമ്മിൻ്റെ ഷോർട്ട് കീ. ഡബിൾ എൻ്റർ അടിക്കുക. എന്നിട്ട് ഈ ഒരു ലൈനിനെ പിക്ക് ചെയ്യുക. അപ്പോൾ ഈ ലൈൻ പോവും. ഇങ്ങനെയാണ് നമുക്ക് ലൈനിനെ ട്രിം ചെയ്യുക. ഇനി എങ്ങനെയാണ് നമുക്കൊരു പോളി ലൈൻ വരയ്ക്കാൻ നോക്കാം. കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന ഷോർട്ട് കീ ആണ് പോളി ലൈൻ. ഇതേ കണ്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം. ഒരു ലൈൻ വെച്ചിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സിംഗിൾ സെലക്ഷൻ ആവും. ഒരു പോളി ലൈൻ വെച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുൾ സെലക്ഷൻ ആവും. അപ്പോൾ ഇതാണ് ചെറിയ ചെറിയ വീഡിയോസാണ് ഞാൻ ഇടണത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഒരു ക്ലാസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെ ഞാൻ ഗൈഡ് ചെയ്ത് ഓട്ടോക്യാഡ് ഫുള്ളായിട്ട് ഞാൻ പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറേ സ്റ്റുഡൻസിന് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ക്ലാസ് എടുത്ത് തരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ചെറിയ ചെറിയ ഇങ്ങനത്തെ ഷോർട്ട് കീകളാണ് പരിചയപ്പെടുത്തുന്നതെന്നും. അപ്പോൾ താങ്ക് യു.